सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यतिराजाय ते नमः. എല്ലാവർക്കും നമസ്കാരം. ക്ലാസ്സിലേക്ക് സ്വാഗതം. 49ാമത്തെ ശ്ലോകത്തിൽ ഭാരതത്തിലെ പ്രധാനപ്പെട്ട 8 നഗരങ്ങളെ പറ്റി പ്രസ്താവിച്ചു. വളരെ പഴക്കമുള്ള സാംസ്കാരിക നഗരങ്ങളായിരുന്നു അവ. ആ നഗരങ്ങളുടെ പ്രാധാന്യം ഒന്ന് സ്പർശിച്ചതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ആദ്യത്തെ നഗരമാണ് വിശാല. ബദരിനാഥിന് ബദരി വിശാൽ എന്നൊരു പേരുണ്ട്. പുരാതന വിശാല ആധുനിക ബദരീനാഥായി മാറി എന്നാണ് സങ്കല്പം. രാമായണത്തിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോടൊപ്പം ഗംഗാനദി കടന്നതിന് ശേഷം മിഥിലയ്ക്ക് പോകുന്ന വഴിയിൽ വിശാല എന്ന സ്ഥലത്തെപ്പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശാലവും അതിമനോഹരവുമായ നാടാണ് ഇത് എന്ന് വാൽമീകി പ്രസ്താവിച്ചിട്ടുണ്ട്. കാളിദാസൻ മേഘസന്ദേശത്തിൽ 32ാമത്തെ ശ്ലോകത്തിൽ വിശാല നഗരത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അവന്തിക രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു വിശാല നഗരം. അവന്തിക രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. 2 കല്യാണി. കുന്തള ദേശത്തിന്റെ തലസ്ഥാനമായിരുന്നു കല്യാണി നഗരം. ഇത് കല്യാണപുരം എന്ന പേരിലും അറിയപ്പെടുന്നു. ആധുനിക കലംപോർ ഈ നഗരമായിരുന്നു എന്നാണ് പറയുന്നത്. കുന്തള രാജ്യത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. ബാഹുബലി സെക്കൻഡ് സിനിമയിൽ കുന്തള രാജ്യം, മാഹിഷ്മതി രാജ്യം, 2 നഗരങ്ങളെ പറ്റി അവിടെ പ്രസ്താവിച്ചിട്ടുണ്ട്. 3 ഭോഗവതി. മധ്യപ്രദേശിലെ ബസ്താർ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്നു. ഭോഗം എന്നാൽ സർപ്പം എന്നർത്ഥം. സർപ്പ ശരീരം പോലെ നീളം കൂടിയ ഒരു രാജ്യമാണ് ഭോഗവതി. ഇത് നാഗവംശരുടെ തലസ്ഥാനമാണെന്ന് പറയുന്നു. ഭോഗാവലി 2 പാഠമുണ്ട്. ഭോഗവതി, ഭോഗാവലി 3 പേരിലാണ് അറിയപ്പെടുന്നത്. ഗുജറാത്തിലുള്ള കമ്പത്ത് എന്ന സ്ഥലത്തിന് ഈ പേരുണ്ട്. മധ്യപ്രദേശിലും ഗുജറാത്തിലും ഈ പേരുള്ള നഗരങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. വിജയ എന്നത് കർണാടകയില് ബല്ലാരി ജില്ലയിലുള്ള ഹംപി വിജയനഗരമാണ്. ഇത് ബാംഗ്ലൂരിൽ നിന്നും 350 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. പുരാതനമായ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു വിജയനഗരം. രാമായണത്തില് പരാമർശിക്കുന്ന കിഷ്കിന്ധ ഇവിടെയായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഹുഗ്ലി ജില്ലയിൽ ത്രിവേണി സംഗമത്തിനടുത്തായി വിജയനഗരം എന്ന പട്ടണം സ്ഥിതി ചെയ്തിരുന്നുവെന്നും ഇത് വംഗദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ബംഗാളിന്റെ തലസ്ഥാനമായിരുന്നു എന്നും പറയപ്പെടുന്നു. അയോധ്യ. 2 അർത്ഥമാണ് അയോധ്യ എന്ന പദത്തിനുള്ളത്. ഒന്ന്, ഒരു രാജാവും ആ രാജ്യം ആക്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. അതിനാൽ ആ രാജ്യനിവാസികൾ യുദ്ധം എന്താണെന്ന് അറിഞ്ഞിട്ടേയില്ല. അതിനാൽ അയോധ്യ എന്ന് പേര് ലഭിച്ചു. 2ാമത്തെ അർത്ഥം, ശത്രുക്കൾക്ക് ആക്രമിച്ചു കീഴടക്കാൻ ആകാത്ത വിധം കോട്ട കൊത്തളങ്ങളാൽ സുരക്ഷിതമാക്കപ്പെട്ട നഗരമായതിനാൽ അയോധ്യ എന്ന പേര്. ഇത് സൂര്യവംശരാജാക്കന്മാരുടെ രാജധാനിയായിരുന്നു. കോസല രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ അയോധ്യ ഫൈസാബാദ് നഗരത്തിൽ ആ സ്ഥലത്തു നിന്നും 8 കിലോമീറ്റർ വടക്ക് കിഴക്കായി സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. മയൻ എന്ന അസുരശില്പിയാണ് ഈ നഗരം നിർമ്മിച്ചതെന്ന് രാമായണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ രാജാവാണ് ശ്രീരാമന്റെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചത്. ധാരാനഗരം അഥവാ ധാരാനഗരി അഥവാ ധാര 3 പേരിൽ അറിയപ്പെടുന്നു. മധ്യപ്രദേശിലെ ഒരു ഗ്രാമമാണിത്. ഇത് ഭോജരാജാവിന്റെ രാജധാനിയായിരുന്നു. 3 അർത്ഥമാണ് ഈ പദത്തിനുള്ളത്. ധാര എന്ന പദത്തിന് 1 ജലധാരകൾ കൂടുതലുള്ള നഗരി, 2 മലയുടെ സമീപ പ്രദേശത്തുള്ള നഗരി, 3 ഉയർന്ന നഗരി, ഉയർന്ന സ്ഥലത്തുള്ള നഗരി. ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് ധാർ എന്നാണ്. ആധുനിക നാമം. മധുര. ഭാരതത്തിലെ 2 മധുരകളുണ്ട്. ഒന്ന് വടക്കൻ മധുര, അതാണ് ഉത്തര മധുര എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഉത്തർപ്രദേശിലാണ്. ഇത് ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം. ഇവിടെ വെച്ചാണ് ശ്രീകൃഷ്ണൻ കംസനെ കൊന്നതെന്ന് പറയപ്പെടുന്നു. ഈ പദം മധുര എന്നത് എഴുതുമ്പോൾ ധകാരം കഥകളി എന്ന പദത്തിൽ ധകാരമാണ് ഉപയോഗിക്കേണ്ടത്. 2 മധുരയ്ക്കും ധകാരത്തിൽ വ്യത്യാസമുണ്ട്. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാകുന്ന മധുരയിൽ കഥകളി എന്ന ആ പദത്തിലെ ധകാരമാണ് വേണ്ടത്.
ഇനി മറ്റൊരു മധുരയുണ്ട്, അതാണ് തെക്കൻ മധുര അഥവാ ദക്ഷിണ മധുര. അത് മദ്രാസ്, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തേത് ഉത്തർപ്രദേശ്, രണ്ടാമത്തേത് മധുര. ഇത് എഴുതുമ്പോൾ ഇതിലെ ധകാരം മധു അല്ലെങ്കിൽ മധുരം എന്നെഴുതുന്ന പദത്തിലെ ധകാരമാണ് വേണ്ടത്. ശ്രീപാർവതി പാണ്ഡ്യരാജാവിന്റെ മകളായി ജനിച്ച് സുന്ദരേശ്വരനായ ശിവനെ വിവാഹം കഴിച്ചത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയുന്നത്. മധുര മീനാക്ഷി ദേവി സങ്കല്പം. അടുത്തത് അവന്തിക രാജ്യം. അവന്തിക മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു. ഉജ്ജയിനി ആയിരുന്നു തലസ്ഥാനം. ക്ഷിപ്ര നദീ തീരത്താണ് ഉജ്ജയിനി നഗരം സ്ഥിതി ചെയ്യുന്നത്. ഇത് കാളിദാസ മഹാകവിയുടെ ജന്മസ്ഥലമാണ്. അവന്തിക രാജ്യം രണ്ടായി തിരിച്ചിട്ടുണ്ടായിരുന്നു: ഉത്തരാവന്തി, ദക്ഷിണാവന്തി. വടക്ക് ഉത്തരാവന്തിയുടെ തലസ്ഥാനമായിരുന്നു ഉജ്ജയിനി. തെക്ക് ദക്ഷിണാവന്തിയുടെ തലസ്ഥാനമായിരുന്നു മാഹിഷ്മതി. ഉജ്ജയിനിയിൽ നിന്നും 6 കിലോമീറ്റർ അകലെയാണ് ശ്രീകൃഷ്ണ കുചേലന്മാരുടെ ഗുരുവായ സാന്ദീപിനി മഹർഷിയുടെ ആശ്രമം. 12 വർഷത്തിലൊരിക്കൽ 4 സ്ഥലങ്ങളിൽ മഹാകുംഭമേള നടക്കാറുണ്ട്. ഒന്ന് അലഹബാദ്, അവിടെ ഗംഗാ യമുന സംഗമത്തിൽ നടക്കുന്നുണ്ട്. ഹരിദ്വാറില് ഗംഗയുടെ തീരത്ത് നടക്കുന്നുണ്ട്. നാസിക്കില് ഗോദാവരി തീരത്ത് നടക്കുന്നു. 4 ഉജ്ജയിനിയിൽ ക്ഷിപ്ര നദി തീരത്ത്. 3 വർഷത്തിലൊരിക്കൽ മേള നടക്കുന്നുണ്ടെങ്കിലും 12 വർഷത്തിലൊരിക്കൽ വരുന്ന മേളയ്ക്കാണ് പ്രാധാന്യം. ജ്യോതിശാസ്ത്ര പ്രകാരം 12 വർഷം കൊണ്ടാണ് വ്യാഴഗ്രഹം രാശിചക്രത്തിൽ ഒരു ആവൃത്തി മുഴുവനും ചുറ്റി തീർക്കുന്നത്. മാഘമാസത്തിൽ വ്യാഴം കുംഭരാശിയിൽ പ്രവേശിക്കുന്ന സമയത്താണ് കുംഭമേള നടക്കുന്നത്. വളരെ വിശേഷമായി ആചരിക്കുന്ന കുംഭമേളയിൽ പങ്കെടുത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും ജനന മരണാദികളിൽ നിന്നും മോചനം കിട്ടുമെന്നാണ് വിശ്വാസം. ഈ 4 സ്ഥലങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നൊരു ഐതിഹ്യമുണ്ട്. പാൽക്കടൽ കടഞ്ഞപ്പോൾ പൊങ്ങി വന്ന അമൃതം കൈക്കലാക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടത്തിയ പോരാട്ടത്തിനിടയിൽ അമൃതകുംഭത്തിൽ നിന്നും അമൃത് 4 സ്ഥലങ്ങളിൽ തെറിച്ചു വീണു. ഈ 4 എണ്ണത്തിൽ ഒന്നാണ് ഉജ്ജയിനി. അത് തലസ്ഥാനമായ നഗരമാണ് അവന്തിക. അതുകൊണ്ട് 8 നഗരങ്ങൾ ശങ്കരാചാര്യർ പ്രസ്താവിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉജ്ജയിനിയാണ്. ചില ആചാര്യന്മാർ ഈ ഉജ്ജയിനിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കി 7 സ്ഥലങ്ങളിലും അമൃത് വീണിട്ടില്ലായിരുന്നു. അവിടെ വീണത് ദേവിയുടെ ദൃഷ്ടിയാകുന്ന അമൃതായം. ഇനി 50-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കവികളുടെ കവിത മോഹിക്കുന്ന ദേവിയുടെ കണ്ണുകളെ പറ്റിയാണ് പറയുന്നത്. കവിത അഥവാ കാവ്യം അഥവാ സ്തുതി ഒരു കവി രചിച്ചു കഴിഞ്ഞ് അവ കവികൾ ദേവിയെ പാടി കേൾപ്പിച്ച് സന്തോഷിക്കുന്നു. അത് വളരെ ശ്രദ്ധയോടുകൂടി ദേവി കേൾക്കുന്നു. കവിതാരസം ചെവികളിൽ കൂടി കേട്ട് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു ദേവി. അപ്പോൾ കണ്ണുകൾക്ക് എന്ത് സംഭവിക്കുന്നു? അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ലളിതാ സഹസ്രനാമത്തിൽ ക എന്ന അക്ഷരം തുടങ്ങുന്ന നാമങ്ങൾ 22 എണ്ണമുണ്ട്. ക എന്ന ഹ്രസ്വാക്ഷരത്തിൽ 22 നാമങ്ങളാണ്. ക എന്ന ദീർഘാക്ഷരത്തിൽ 30 നാമങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കലാനാഥ, കലാത്മിക, കാവ്യാലാപ വിനോദിനി, കാവ്യകല, കലാവതി, കലാലാപ, കലാമാല, കലാനിധി ഇതൊക്കെ ദേവിയുടെ നാമങ്ങളാണ്. ഈ നാമങ്ങളെല്ലാം തന്നെ കാവ്യകലാബന്ധമുള്ളതാണ്. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കവീനാം സന്ദർഭസ്തപകമകരന്ദ ഈകരസികം കടാക്ഷ വ്യാക്ഷേപ പ്രമരകലഭൗ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരള അസൂയാസം സർഗാതളികനയനം കിഞ്ചിതരുണം. കവീനാം സന്ദർഭസ്തപകമകരന്ദ ഈകരസികം കടാക്ഷവ്യാക്ഷേപ ഭ്രമരകലഭൗ കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരളൗ അസൂയാസം സർഗാതളികനയനം കിഞ്ചിതരുണം. കവീനാം സന്ദർഭസ്തപകമകരന്ദൈകരസികം ഒറ്റപദം. കടാക്ഷവ്യാക്ഷേപ ഭ്രമരകലഭൗ അതൊരു പദം. കർണയുഗളം അമുഞ്ചന്തൗ ദൃഷ്ട്വാ തവ നവരസാസ്വാദതരളൗ അസൂയാ സംസർഗാതളികനയനം അത് ഒറ്റപദം. നയനം കിഞ്ചിത് അരുണം. സർഗാത് അളികനയനം, സംസർഗാത് അളികനയനം, അവിടെ സന്ധിയുണ്ട്. സംസർഗാത് അളികനയനം. കിഞ്ചിത് അരുണം, കിഞ്ചിതരുണം. അന്വയിക്കൂ. കവീനാം സന്ദർഭസ്തപകമകരന്ദൈകരസികം കർണയുഗളം കടാക്ഷവ്യാക്ഷേപ ഭ്രമരകലഭൗ നവരസാസ്വാദതരള അമുഞ്ചന്തൗ ദൃഷ്ട്വാ അസൂയാ സംസർഗാത്
അലികനയനം കിഞ്ചിത് അരുണം. കവീനാം സന്ദർഭസ്തപക മകരന്ദൈകരസികം. ഒറ്റപ്പദമായിട്ട് തന്നെ എഴുതുക. സന്ദർഭ സ്തപക മകരന്ദൈകരസികം കർണയുഗളം കടാക്ഷവ്യാക്ഷേപഭ്രമരകലഭൗ. കവീനാം സന്ദർഭസ്തപകമകരന്ദൈകരസികം കർണയുഗളം കടാക്ഷവ്യാക്ഷേപഭ്രമരകലഭൗ നവരസാസ്വാദതരള അമുഞ്ചന്തൗ ദൃഷ്ട്വാ നവരസാസ്വാദതരള അമുഞ്ചന്തൗ ദൃഷ്ട്വാ അസൂയാസംസർഗാത് അമുഞ്ചന്തൗ ദൃഷ്ട്വാ അസൂയാസംസർഗാത് അളികനയനം കിഞ്ചിത് അരുണം ഭവതി. കിഞ്ചിത് അരുണം ഭവതി. കവീനാം സന്ദർഭസ്തപകമകരന്ദൈകരസികം കർണയുഗളം കടാക്ഷവ്യാക്ഷേപഭ്രമരകളഭൗ നവരസാസ്വാദതരള അമുഞ്ചന്തൗ ദൃഷ്ട്വാ അസൂയാസംസർഗാത് അളികനയനം കിഞ്ചിതരുണം. കവീനാം കവികളുടെ സന്ദർഭസ്തപകമകരന്ദൈകരസികം കാവ്യസന്ദർഭം കവിത രചിച്ച ആ സന്ദർഭം, ആ സമയത്ത് സ്തപക മകരന്ദൈകരസികം. സ്തപകം പൂങ്കുല, മകരന്തം അതിലുള്ള പൂന്തേൻ, തേൻ എന്നർത്ഥം. ഏകരസികം അതിൽ മാത്രം രസിക്കുന്ന. കാവ്യസന്ദർഭത്തിൽ ആ കാവ്യമാകുന്ന പൂങ്കുലയിലെ പൂന്തേൻ മാത്രം രസിക്കുന്ന കർണയുഗളം. ദേവിയുടെ രണ്ട് ചെവികളെ കടാക്ഷം വ്യാക്ഷേപഭ്രമരകലഭവും. കടാക്ഷം എന്ന വ്യാജത്തോടു കൂടിയ രണ്ട് വണ്ടിൻ കുഞ്ഞുങ്ങൾ. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ടെന്നർത്ഥം. ഭ്രമര കലഭം, കലഭ ശബ്ദം ഭ്രമരത്തോട് ചേർക്കുമ്പോൾ വണ്ടിൻ കുഞ്ഞുങ്ങൾ എന്നർത്ഥം. ഇതിനു മുമ്പ് കരികലഭം എന്ന പദം വന്നിട്ടുണ്ടായിരുന്നു, ആനക്കുട്ടികൾ. ഇവിടെ രണ്ട് വണ്ടിൻ കുഞ്ഞുങ്ങൾ എന്നർത്ഥം. രണ്ട് ചെവികളെ, ദേവിയുടെ രണ്ട് ചെവികളെ കടാക്ഷ വ്യാജത്തോടുകൂടി, കടാക്ഷം എന്ന വ്യാജത്തോടു കൂടിയ രണ്ട് വണ്ടിൻ കുഞ്ഞുങ്ങൾ നവരസാസ്വാദതരള ശൃംഗാരാദികളായ നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ താല്പര്യമുള്ളവയായി അമുഞ്ചന്തവും മോചിക്കാത്തവരായി എന്ന് പറഞ്ഞാൽ വേർപിരിയാത്തവയായി ദൃഷ്ടുവ കണ്ടിട്ട് അസൂയാസംസർഗാത് അസൂയപ്പെട്ടിട്ട് അലികനയനം നെറ്റിയിലുള്ള മൂന്നാമത്തെ കണ്ണ് കിഞ്ചിത് അരുണം ഭവതി കുറഞ്ഞൊന്ന് അരുണവർണ്ണമായിരിക്കുന്നു. അപ്പൊ ദേവിക്ക് 3 കണ്ണുകളാണ്. ഈ 2 കണ്ണുകൾ നീളത്തിലാണ്, ഭൂമിക്ക് പാരലലായിട്ടാണ് ഇരിക്കുന്നത്. മറ്റത് നേരെ ഒരു മുന മുകളിലേക്കും മറ്റേ മുന താഴേക്കുമാണ്. അപ്പൊ ഈ 2 കണ്ണുകൾ ഇങ്ങനെ ആസ്വദിക്കുകയാണ് ദേവിയുടെ ആ കാതിലേക്ക് നീണ്ടിരിക്കുകയാണ് ദേവിയുടെ കണ്ണുകൾ. അല്ലയോ അമ്മേ, കവികളുടെ കാവ്യസന്ദർഭം, കാവ്യങ്ങളാകുന്ന പൂങ്കുലയിലെ മകരന്തത്തിന്റെ ആസ്വാദനത്തിൽ മാത്രം രസിക്കുന്ന കർണയുഗളം 2 ചെവികള്, ആ ചെവികളെ കടാക്ഷം എന്ന വ്യാജത്തോടു കൂടിയ 2 വണ്ടിൻ കുഞ്ഞുങ്ങൾ ശൃംഗാരാദികളായ നവരസങ്ങളെ ആസ്വദിക്കുന്നതിൽ ഉള്ളവയായിട്ട് വേർപിരിയാത്തവയായി കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് നെറ്റിയിലുള്ള 3-ാം കണ്ണ് കുറഞ്ഞൊന്ന് അരുണവർണ്ണമായിരിക്കുന്നു. അലയോ ദേവി, കവികളുടെ കാവ്യങ്ങളാകുന്ന പൂങ്കുലയിലെ പൂന്തേൻ ആസ്വദിക്കുന്നതിൽ മാത്രം രസിക്കുന്നവയാണ് നിൻ തിരുവടിയുടെ ശ്രോത്രങ്ങൾ. ദേവി, അമ്മയുടെ 2 ചെവികൾ ഈ കവികളുടെ കാവ്യരസം ആസ്വദിക്കുന്നതിൽ ഉള്ളവയാണ് ഈ 2 ചെവികൾ. നവരസാസ്വാദനത്തിൽ തൽപരങ്ങളായ നിൻ തിരുവടിയുടെ 2 കണ്ണുകളായ ചെറിയ വണ്ടുകൾ ആ ശ്രോത്രങ്ങളെ വിട്ടുപിരിയാതെ വർത്തിക്കുന്നു. അത് കണ്ട് അസൂയ ബാധിച്ച നിൻ തിരുവടിയുടെ 3-ാം കണ്ണ് അല്പം അരുണവർണ്ണമായിരിക്കുന്നു. ഈ കാതുകളിൽ കൂടി ഇങ്ങനെ കേൾക്കുന്നു ദേവി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടി 2 കണ്ണുകൾ ഇങ്ങനെ നീളത്തിൽ ആ ചെവിയുടെ അറ്റത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത്
ഈ ഒരു ആസ്വാദനം മൂന്നാമത്തെ നടുവിലുള്ള നെറ്റിയുടെ നടുവിലുള്ള കണ്ണിന് കിട്ടുന്നില്ല. അപ്പൊ അതിനൊരു അസൂയ ബാധിച്ചിട്ട് അതിങ്ങനെ ചുവന്ന നിറമായിരിക്കും. ദേഷ്യവും മുൻകോപവും വരുന്ന സമയത്ത്, അസൂയ വരുന്ന സമയത്ത് കളർ വ്യത്യാസം വരാറുണ്ട്. അതാണ് ഈ മൂന്നാമത്തെ കണ്ണിന് അസൂയ ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവി കലാവതിയും കലാലാപയും കാവ്യ ആലാപ വിനോദിനിയുമാണ്. മഹാകവികളുടെ കാവ്യങ്ങൾ കേൾക്കുന്നത് ദേവിക്ക് താല്പര്യമാണ്. കവികളുടെ കാവ്യങ്ങളാകുന്ന പൂങ്കുലയിലെ പുഷ്പരസം ആസ്വദിക്കുന്നതിൽ തൽപരങ്ങളാണ് ദേവിയുടെ കാതുകളെന്ന് ആലങ്കാരികമായി ആചാര്യസ്വാമികൾ പ്രയോഗിച്ചിരിക്കുന്നു. പൂവ് പൊതുവെ മനോഹരമാണെങ്കിലും മാധുര്യ സാരം അതിൻ്റെ തേനിലാണ് കിടക്കുന്നത്. അതുപോലെ മനോഹരമായ കാവ്യങ്ങളിൽ അതിമധുരങ്ങളായ കാവ്യസന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. കാവ്യത്തിൽ നിന്ന് സഹൃദയന് ലഭിക്കുന്നത് രസമാണ്. രസം പ്രതീയമാനമായി തീരുന്നത് കലാപരമായി സംഘടിപ്പിച്ചിട്ടുള്ള സർഗപ്രക്രിയയിൽ നിന്നായതുകൊണ്ടാണ് സന്ദർഭ സ്ഥപകം എന്ന പ്രയോഗം. നിരവധി ചെറു പുഷ്പങ്ങൾ ചേർന്ന പൂങ്കുലയോട് മഹാകവികളുടെ രചനയെ ഇവിടെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ദേവിയുടെ കർണങ്ങൾ നിരന്തരമായി കാവ്യമകരന്ത പാനം ചെയ്യുന്നത് കൊണ്ട് അതിന് പങ്ക് കിട്ടുമെന്ന ആഗ്രഹത്തോടെ മധുര രസലംബടരായ രണ്ടു ചെറുവണ്ടുകൾ ആ കാതുകളോട് പിരിയാതെ കൂട്ടുകൂടിയിരിക്കുന്നു. കൂട്ടുകൂടിയത് കൊണ്ട് ആ വണ്ടുകൾക്ക് നവരസാസ്വാദനത്തിന് സന്ദർഭം ലഭിക്കുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ദേവിയുടെ കടാക്ഷങ്ങളാണ് ആ രണ്ടു വണ്ടുകൾ. മൂന്നാമതൊരു വണ്ട് കൂടിയുണ്ട്. ദേവി ത്രിനയനയാണ്. മൂന്നാമത്തെ കണ്ണ് നെറ്റിത്തടത്തിലാകയാൽ കാതുകളോട് കൂട്ടുകൂടാൻ അതിന് കഴിയുന്നില്ല. അതുകൊണ്ട് അസൂയ ബാധിച്ചതാണ് ആ കണ്ണ്. അസൂയ കോപത്തിന് കാരണമാകുന്നു. ആരോടെങ്കിലും അസൂയ തോന്നിയാൽ സ്വാഭാവികമായി അയാളെ വെറുക്കുന്നു. കഴിയുമെങ്കിൽ നശിപ്പിക്കാൻ വരെ നമ്മൾ നോക്കും. ഇത് മനുഷ്യരുടെ സ്വഭാവമാണ്. ഈ സ്വഭാവം ദേവിയുടെ മൂന്നാം കണ്ണിൽ ആരോപിച്ചിരിക്കുകയാണ്. ദേവിയുടെ മൂന്നാന്തര കണ്ണ് അല്പം ചുവന്ന നിറത്തോടു കൂടിയതാണ്. ആ നിറം മറ്റ് രണ്ട് കണ്ണുകളോടുള്ള ഈർഷ്യ അല്ലെങ്കിൽ അസൂയ, കോപം മുതലായവകളാൽ ഉണ്ടായതാണ് എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ദേവിയുടെ രണ്ട് കണ്ണുകൾ ചെവിയോളം എത്തുന്നവയാണ്. ആകർണാന്ത വിശ്രാന്തങ്ങളാണ്. മ്യൂറൽ പെയിന്റിങ്ങിൽ നോക്കിയാൽ നമുക്കറിയാം. മ്യൂറൽ പെയിന്റിങ്ങിൽ കണ്ണുകൾ ഇങ്ങനെ നീട്ടി വരച്ച് സുന്ദരമാക്കിയിരിക്കുന്നു. കാതോളം എത്തുന്ന കണ്ണുകൾ ഭാരതീയ കവിസങ്കല്പത്തിൽ, ആ കവി സങ്കേതത്തിൽ സൗന്ദര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ദേവിയുടെ സൗന്ദര്യം ഈ പ്രയോഗം കൊണ്ട് സൂചിതമായിരിക്കുന്നു. കലാദേവതയാണ് ശ്രീദേവി എന്ന് ശ്ലോകത്തിന്റെ ആദ്യ പാദം തന്നെ അതിൽ സ്ഥാപിക്കുന്നുണ്ട്. ചുവന്ന നിറം മൂന്നാം തൃക്കണ്ണ് സംഹാരശക്തിയെ ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നു. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് മസൂരി, ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ ബാധിക്കില്ല. അങ്ങനെ ബാധിച്ചവർക്ക് അതിന് ശമനം കിട്ടുന്നു. ഇത് ബാധിക്കാത്തവർ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ ഇങ്ങനെയുള്ള രോഗങ്ങൾ ബാധിക്കുന്നില്ല. ഇനി 51-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ശൃംഗാരം, വീരം, കരുണ മുതലായ 9 രസങ്ങളിൽ ശാന്തരസത്തെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി 8 രസങ്ങളും ദേവിയുടെ നേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ശങ്കരാചാര്യരുടെ വിവരിക്കുന്നത്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഭാവങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. ശിവേ ശൃംഗാരാർദ്ര തതിതരജനെ കുൽസനപര സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ. ശിവേ ശൃംഗാരാർദ്ര തതിതരജനെ കുൽസനപര സരോഷാ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ. ശിവേ ശൃംഗാരാർദ്ര തത് ഇതരജനെ കുൽസനപര സരോഷ ഗംഗായാം ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യോ ഭീത സരസിരുഹ സൗഭാഗ്യജനനി സഖീഷു സ്മേരാ തേ മയി ജനനി ദൃഷ്ടി സകരുണ. തത് ഇതരജനെ തദിതരജനെ. അന്വയം നോക്കൂ. ഹേ ജനനി തേ ദൃഷ്ടി ശിവേ ശൃംഗാരാർദ്ര.
തദിതരജനെ കുൽസനപര ഗംഗായാം സരോഷ ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യ ഭീത സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേര മയി സകരുണാ ഭവതി. ഹേ ജനനി തേ ദൃഷ്ടി, ഹേ ജനനി തേ ദൃഷ്ടി ശിവേ ശൃംഗാരാർദ്ര, ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുൽസനപര. ഹേ ജനനി തേ ദൃഷ്ടി ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുൽസനപര ഗംഗായാം സരോഷ, ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുൽസനപര ഗംഗായാം സരോഷ ഗിരിശചരിതേ വിസ്മയവതി, ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യ ഭീത, ഹരാഹിഭ്യ ഭീത സരസിരുഹ സൗഭാഗ്യജനനീ, ഹരാഹിഭ്യ ഭീത സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേര, സഖീഷു സ്മേര മയി സകരുണ, സഖീഷു സ്മേര മയി സകരുണ. ഹേ ജനനി തേ ദൃഷ്ടി ശിവേ ശൃംഗാരാർദ്ര തദിതരജനെ കുൽസനപര ഗംഗായാം സരോഷ ഗിരിശചരിതേ വിസ്മയവതി ഹരാഹിഭ്യ ഭീത സരസിരുഹ സൗഭാഗ്യജനനീ സഖീഷു സ്മേര മയി സകരുണ ഭവതി. അല്ലയോ അമ്മേ ജനനി, ജനിപ്പിച്ചവളെ, തേ നിന്തിരുവടിയുടെ ദൃഷ്ടി ശിവേ ശൃംഗാരാർദ്ര ശിവനിൽ ശൃംഗാരരസം കൊണ്ട് ആർദ്രമായതാകുന്നു. തദിതരജനെ ശിവനെ ഒഴിച്ചുള്ളവരിൽ കുൽസനപര നിന്ദയോടുകൂടിയ ബീഭത്സത്തോടു കൂടിയതാണ്. ഗംഗായാം സരോഷ ഗംഗാദേവിയിൽ രോഷത്തോടു കൂടിയത്, രൗദ്രരസത്തോടു കൂടിയതാകും. ഗിരിശചരിതേ വിസ്മയവതി ഗിരീശന്റെ ശിവന്റെ ചരിതങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതത്തോടു കൂടിയതാകും, ആശ്ചര്യരസം, വിസ്മയവതിയാകും. ഹരാഹിഭ്യ ഭീത ശിവൻ അണിഞ്ഞിട്ടുള്ള സർപ്പങ്ങളെ കാണുമ്പോൾ ഭയാനക രസമുണ്ടാകും, പേടിയുണ്ടാകും. സരസിരുഹ സൗഭാഗ്യജനനി ചെന്താമരപ്പൂവിന്റെ കാന്തിവിശേഷത്തെ ജനിപ്പിക്കുന്നതും വീരരസത്തോടു കൂടിയത്. സൗഭാഗ്യജനനി സൗഭാഗ്യത്തെ, രക്തവർണ്ണത്തെ ചുവന്ന വർണ്ണം, അങ്ങനെ വീരരസത്തോടു കൂടിയതാണ്. സഖീഷു സ്മേര ജയ വിജയ മുതലായ സഖികൾ, ദേവിയുടെ സഖികളുടെ പേരുകളാണ് ജയ വിജയ മുതലായവരിൽ നോക്കുന്ന സമയത്ത് അത് ഹാസ്യരസത്തോടു കൂടിയതാകും ഈ രണ്ട് കണ്ണുകൾ. മയി എന്ന എന്നിലാകട്ടെ, ആ ജഗദ്ഗുരുവിലാകട്ടെ സകരുണ കരുണരസത്തോടു കൂടിയതായി ഭവിക്കുന്നു. അല്ലയോ അമ്മേ, നിന്തിരുവടിയുടെ ദൃഷ്ടി ശിവനിൽ ശൃംഗാരാർദ്രം, ശിവനെ ദേവി നോക്കുന്ന സമയത്ത് ഒരു ശൃംഗാര രസത്തോടു കൂടി നോക്കും. ശിവൻ ഒഴികെയുള്ളവരിൽ ഉത്സനപരമായിട്ട് നോക്കും. സപത്നിയായ ഗംഗയിൽ കോപത്തോടു കൂടിയതും ഗിരിശന്റെ ചരിതങ്ങളിൽ ആശ്ചര്യത്തോടു കൂടിയതും ഹരന്റെ ആഭരണങ്ങളായ അഹി എന്ന് പറഞ്ഞ പാമ്പ്, അഹികളിൽ ഭീതിയോടു കൂടിയതും ചെന്താമരപ്പൂവിന്റെ കാന്തിവിശേഷത്തെ ജനിപ്പിക്കുന്നതും സഖികളിൽ സസ്മിതവും എന്നിൽ കരുണയോട് കൂടിയതുമാകും. അവിടുത്തെ ദാസനായ എന്നിൽ കരുണയോട് കൂടിയതുമാകും. ജഗന്മാതാവായ ദേവിയുടെ ദൃഷ്ടിയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. രസങ്ങൾ 9 ഭരതൻ മുതലായ ആചാര്യന്മാർ പറയുന്നത്. അതായത് ശൃംഗാരം, വീരം, കരുണം, രൗദ്രം, ഭയാനകം, അത്ഭുതം, ബീഭത്സം, ഹാസ്യം, ശാന്തം. ഇതാണ് 9 രസങ്ങൾ. നാട്യശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന രസങ്ങൾക്ക് യഥാക്രമത്തിൽ രതി, ഉത്സാഹം, ശോകം, ക്രോധം, ഭയം, വിസ്മയം, ജുഗുപ്സ, ഹാസം, ശമം എന്നിവ സ്ഥായി ഭാവങ്ങളായി വർത്തിക്കുന്നു. ദേവിയുടെ ദൃഷ്ടി ഇവയിൽ 8 രസങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായി ആചാര്യപാദർ വിവരിക്കുന്നു. ശാന്തരസത്തെ രസമായി കൂട്ടേണ്ടതില്ല എന്ന അഭിപ്രായമുണ്ട്. പക്ഷേ ശാന്തരസത്തെയും രസമായി തന്നെ അലങ്കാരം പ്രയോഗിക്കുന്നവരായ കവികൾ സ്വീകരിക്കുന്നു. ആ നവരസങ്ങൾ നോക്കുക.
ശൃംഗാരം അതിൻ്റെ സ്ഥായി ഭാവമാണ് രതി. വീരരസത്തിന്റെ സ്ഥായി ഭാവമാണ് ഉത്സാഹം. കരുണരസം ശോകം. രൗദ്രരസത്തിൻ്റെത് ക്രോധം. ഭയാനക രസത്തിൻ്റെത് ഭയം. അത്ഭുതരസം വിസ്മയം. ബീഭത്സം ജുഗുപ്സ. ഹാസ്യരസം ഹാസം. ശാന്തരസം ശമം. ശാന്തരസത്തിന്റെ സായിഭാവമാണ് ശമം. സന്ദർഭാനുഗുണമായി പല രസങ്ങളും ദേവിയുടെ ദൃഷ്ടിയിൽ പ്രതിഫലിക്കുന്നുണ്ടെങ്കിലും ഗുണാതീതയും നിർവികാരയുമായ ദേവി എന്നും ശാന്തയാണെന്നും അതുകൊണ്ട് ശാന്തരസം അനുക്തസിദ്ധമായി ദേവിയുടെ ദൃഷ്ടിക്ക് എന്നും ഉണ്ടെന്നും ശാന്തരസം ചേർത്ത് നവരസങ്ങളും പ്രതിഫലിപ്പിക്കുന്നതാണ് ദേവിയുടെ ദൃഷ്ടി എന്നും വ്യാഖ്യാനിക്കുന്നു. ശങ്കരാചാര്യർ എണ്ണിപ്പറഞ്ഞ 8 രസങ്ങളും എങ്ങനെ അവതരിപ്പിക്കുന്നുവെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജഗന്മാതാവിന്റെ ദൃഷ്ടി ശൃംഗാരാർദ്രമാണ്. ആർദ്രം എന്ന പദത്തിന് നനവുള്ളത് എന്നർത്ഥം. ഭർത്താവായ ശിവനിൽ പതിക്കുമ്പോൾ ദേവിയുടെ ദൃഷ്ടി ശൃംഗാരം കൊണ്ട് സ്നിഗ്ധമായിത്തീരുന്നു. ദേവിയുടെ ശൃംഗാരാർദ്രമായ ദൃഷ്ടി ശിവനിൽ മാത്രമേ പതിക്കുന്നുള്ളൂവെന്ന് ശിവേ ശൃംഗാരാർദ്ര എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കണം. തദിതര ജനെ കുൽസനപര എന്ന് തുടർന്ന് പറയുമ്പോൾ ആ ആശയം ആവർത്തിച്ച് ഉറപ്പിക്കപ്പെടുന്നു. ശിവനിൽ പതിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞതിന് ശേഷം ഇതരജനെ എന്ന് പറയുമ്പോൾ ഇത് ഉറപ്പിച്ചവിടെ പറയുകയാണ് ആ കവി. രതിയിൽ നിന്നാണ് ശൃംഗാരം ജനിക്കുന്നത്. ലോകജനനിക്ക് ലോകപിതാവിൽ മാത്രമേ രതിഭാവമുള്ളൂ. ദേവിയുടെ പാതിപ്രത്യ മഹാത്മ്യം 26ാമത്തെ ശ്ലോകത്തിലും മറ്റു പല ശ്ലോകങ്ങളിലും വർണ്ണിച്ചിട്ടുണ്ട്. ശിവന്റെ വിഭൂതികൾ ഇതര ജനങ്ങൾക്കില്ല. ആ കാരണം കൊണ്ട് പ്രാകൃതരായ മറ്റു ജനങ്ങളിൽ ദേവിയുടെ ദൃഷ്ടി പതിയുമ്പോൾ ജുഗുപ്സ ആണ് ഉണ്ടാകുന്നത്. ദേവിയുടെ ദൃഷ്ടിയിൽ അപ്പോൾ പ്രതിഫലിക്കുന്നത് ബീഭത്സരസമാണ്. ഗംഗാദേവി സഹജയാണെങ്കിലും സപത്നിയ. ഗംഗയും ഗൗരിയും രണ്ടല്ല. ആ കണക്കിന് ആലോചിച്ചാൽ ശിവനും ശക്തിക്കും തമ്മിലും ഭേദമില്ല. എങ്കിൽ കൂടി ഭാര്യാഭർത്തൃ ബന്ധം ആരോപിക്കുമ്പോൾ മാനുഷികമായ വികാരങ്ങളും ആരോപിക്കേണ്ടി വരും. എത്ര ഹൃദയവിശാലതയും സൗമനസ്യവുമുള്ള സ്ത്രീയായാലും സപത്നിയിൽ രോഷം സ്വാഭാവികമാണ്. 2 ഭാര്യമാര് ഒരു ഭർത്താവിനുണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് മറ്റേ ഭാര്യയോട് ചെറിയൊരു ദേഷ്യം ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദേവിയുടെ ദൃഷ്ടി ഗംഗയിൽ പതിയുമ്പോൾ കോപത്തോടു കൂടിയതായിത്തീരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ 2ാം ഭാര്യയാണ് നീ, അതുകൊണ്ട് നിന്നോട് എനിക്ക് ഒരു ദേഷ്യം എന്ന ഭാവത്തിലാണ് ദേവി ഗംഗയെ നോക്കുന്ന സമയത്ത് ആ ദൃഷ്ടിയുടെ സ്വഭാവം. ശിവന്റെ അപദാനങ്ങൾ അസംഖ്യേയങ്ങളാണ്. ത്രിപുരദഹനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഥകൾ ദേവിക്ക് പോലും വിസ്മയമാണ് ഉണ്ടാക്കുന്നു. ത്രിപുര ദഹനം ചെയ്ത സംഭവങ്ങളെല്ലാം വർണ്ണിക്കുന്ന സമയത്ത് ദേവി അത് വളരെ വിസ്മയത്തോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ കഥകൾ കേൾക്കുമ്പോൾ ദേവിയുടെ ദൃഷ്ടിയിൽ പ്രതിഫലിക്കുന്നത് അത്ഭുതരസാണ്. ഹരന്റെ ആഭരണങ്ങൾ സർപ്പങ്ങളാണ്. വാസുകി തുടങ്ങിയ സർപ്പരാജന്മാരാണ് ആഭരണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത്. ത്രിലോകങ്ങളെയും ദഹിപ്പിക്കാൻ പോകുന്ന വിഷശക്തിയുള്ള ആ സർപ്പങ്ങളാണ് അവര്. ദേവിയിലെ സ്ത്രീത്വം പത്തി വിരിച്ചു നിൽക്കുന്ന ഹരാഹികളിൽ ഭയമുള്ളതാക്കുന്നു. അപ്പോൾ ദേവിയുടെ ദൃഷ്ടിയിൽ ഭയാനകരസം പ്രതിഫലിക്കുന്നു. ദേവിയുടെ കണ്ണുകൾ സരസിരുഹങ്ങളുടെ സൗഭാഗ്യത്തെ ജനിപ്പിക്കുന്നവയാണ്. ചെന്താമരപ്പൂക്കളുടെ ആ ചുവന്ന വർണ്ണവും ഇതളുകളുടെ ദീർഘമായ ആ സൗകുമാര്യവും ദേവിയുടെ കണ്ണുകളിൽ നിന്ന് ലഭിച്ചതാണെന്ന് ആലങ്കാരികമായി പ്രയോഗിച്ചിരിക്കുന്നു. ചുവന്ന നിറം ഉത്സാഹത്തെ ദ്യോതിപ്പിക്കുന്നു. വീരന്മാരുടെ നയനങ്ങൾ പാടലവർണ്ണമുള്ളവയാണെന്നാണ് കവിസങ്കേതം. വീരരസത്തിന്റെ സ്ഥായീഭാവമായ ഉത്സാഹം ദേവിയുടെ നയനങ്ങളിൽ നിന്നും ഉണ്ടായതാണെന്നും അങ്ങനെ ദേവിയുടെ ദൃഷ്ടി വീരരസത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. ദേവി സഖികളോട് പെരുമാറുമ്പോൾ സ്മേരയുക്തയാണ്. നേരം പോക്ക് പറഞ്ഞും പരിഹസിച്ചുമുള്ള നർമ്മങ്ങൾക്ക് സ്ഥായീഭാവമാണ്. അതിൻ്റെ സ്ഥായീഭാവം ഹാസ്യം. അങ്ങനെ സഖികളോട് പെരുമാറുമ്പോൾ ദേവിയുടെ ദൃഷ്ടിയിൽ ഹാസ്യം പ്രതിഫലിക്കുന്നു. ദേവിയുടെ ദാസനും മകനും മറ്റാലംബമില്ലാത്തവനുമായ എന്നിൽ ദേവിയുടെ ദൃഷ്ടി പതിയുമ്പോൾ എൻ്റെ നിസ്സഹായാവസ്ഥയിൽ ദേവി ശോകാവിഷ്ടയാകുന്നു. അപ്പോൾ എന്നിൽ പതിയുന്ന ദേവിയുടെ ദൃഷ്ടി സകരുണമായി തീരുന്നു. ഇങ്ങനെ ദേവിയുടെ ദൃഷ്ടി 8 രസങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായി ഈ ശ്ലോകം വിവരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശാന്തം ദേവിയുടെ ശാശ്വത ഭാവമായി എടുത്താൽ നവരസങ്ങളും ദേവിയുടെ ദൃഷ്ടിയിൽ ഉണ്ടെന്ന് പറയാം.
ഇതൊരു വിരോധാഭാസമാണ്. ഒരു ദേവി 9 തരത്തിൽ നോക്കുക. ഇതാണ് സൗന്ദര്യലഹരി ശ്ലോകങ്ങളുടെ ആ അലങ്കാര സൗന്ദര്യം. വിരോധാഭാസം. ഈ ശ്ലോകത്തിലെ അലങ്കാരമാണ് വിരോധാഭാസം എന്ന അലങ്കാരം. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്ന് നമുക്ക് തോന്നുന്നു. അതാണ് ആ സൗന്ദര്യലഹരിയുടെ സൗന്ദര്യം, ആ സൗന്ദര്യമാകുന്ന അലങ്കാരം. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് ദേവീ പ്രസാദം സകല ജനവശ്യം. ദേവിയുടെ ആ കൂടുതൽ പ്രസാദം ഈ ശ്ലോകത്തിൽ നിന്ന് കിട്ടും. 52ാമത്തെ ശ്ലോകം 48 മുതൽ കണ്ണിന്റെ സൗന്ദര്യ വർണ്ണനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 51 നവരസം പ്രതിഫലിപ്പിച്ചു. ദേവിയുടെ കണ്ണിന്റെ നീളം ദേവിയുടെ ചെവി വരെ നീണ്ടു കിടക്കുന്നതായി പറയുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഗതേ കർണാഭ്യർണം ഗരുദൈവ പക്ഷ്മാണി ദധതി പുരാംഭേത്തുശ്ചിത്ത പ്രശമരസ വിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവാ കർണാകൃഷ്ട സ്മരശരവിലാസം കലയതഃ. ഗതേ കർണാഭ്യർണം ഗരുദൈവ പക്ഷ്മാണി ദധതി പുരാംഭേത്തുശ്ചിത്ത പ്രശമരസ വിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവാ കർണാകൃഷ്ട സ്മരശരവിലാസം കലയതഃ. ഗതേ കർണാഭ്യർണം ഗരുത ഇവ പക്ഷ്മാണി ദധതി പുരാംഭേത്തുഃ ചിത്തപ്രശമ രസവിദ്രാവണഫലേ. അതൊറ്റപ്പതാണ്. ചിത്തപ്രശമ രസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തം സകലികേ. അതൊരു പദമാണ്. തവാകർണ ആകൃഷ്ടസ്മരശരവിലാസം. അതൊരു പദം. കലയതഃ. പുരാംഭേത്തുഃ ചിത്തപ്രശമരസവിദ്രാവണഫലേ. പുരാംഭേത്തുശ്ചിത്ര, അവിടെ വിസർഗം ശകാരമാണ്. പുരാംഭേത്തുശ്ചിത്ത. തവ ആകർണാകൃഷ്ടസ്മരശരവിലാസം. തവ പ്ലസ് ആകർണം തവാകർണം. അന്യോ നോക്കൂ. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവ ഇമേ നേത്രേ കർണാഭ്യർണം ഗതേ പക്ഷ്മാണി ഗരുദൈവ ദധതി പുരാംഭേത്തുഃ ചിത്തപ്രശമരസവിദ്രാവണഫലേ ആകർണാകൃഷ്ട സ്മരശരവിലാസം കലയതി. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവ ഇമേ നേത്രേ. തവ ഇമേ നേത്രേ കർണാഭ്യർണം ഗതേ. കർണാഭ്യർണം ഗതേ പക്ഷ്മാണി ഗരുദൈവ. പക്ഷ്മാണി ഗരുദൈവ ദധതി. ദീർഘമാണ്. ദധതി. ഗരുദൈവ ദധതി പക്ഷ്മാണി ഗരുദൈവ ദധതി പുരാംഭേത്തുഃ ചിത്തപ്രശമരസവിദ്രാവണഫലേ. ചിത്തപ്രശമരസവിദ്രാവണഫലേ ആകർണാകൃഷ്ട സ്മരശരവിലാസം കലയതി. ആകർണാകൃഷ്ട സ്മരശരവിലാസം കലയതി. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ തവ ഇമേ നേത്രേ കർണാഭ്യർണം ഗതേ പക്ഷ്മാണി ഗരുദൈവ ദധതി പുരാംഭേത്തുഃ ചിത്തപ്രശമരസവിദ്രാവണഫലേ ആകർണാകൃഷ്ട സ്മരശരവിലാസം കലയതി. ഹേ ഗോത്രാധരപതി കുലോത്തം സകലികേ. അല്ലയോ ഗോത്രത്തെ ധരിച്ച, ഭൂമിയെ ധരിക്കുന്ന പർവ്വതം. ഗോത്രാധരപതി പർവ്വതരാജൻ, പർവ്വത വംശത്തിന് കുലപതിയായിരിക്കും, ശിരോഭൂഷണമായിരിക്കുന്ന ഉത്തംസം ശിരോഭൂഷണം. കലികേ എന്ന് പറഞ്ഞാൽ പൂമുട്ട്. കലിക പൂമുട്ട്. ഭൂമിയെ ധരിക്കുന്ന ഹിമവാന്റെ വംശമാണ് ഗോത്രാധരപതി കുലം. ആ കുലത്തിന് ശിരോഭൂഷണമായിരിക്കുന്ന പൂമുട്ടാണ് ദേവി. അങ്ങനെയുള്ള അമ്മയുടെ ഇമേ നേത്രേ 2 കണ്ണുകൾ കർണാഭ്യർണം ഗതേ കാതിന് സമീപം വരെ പ്രാപിച്ചിരിക്കുന്നു, പോയിരിക്കുന്നു. ഗതേ ഗമിച്ചിരിക്കുന്നു. 2 കണ്ണുകൾ കാതിന്റെ അറ്റം വരെ പോയിരിക്കുകയാണ്. അത്ര ഭംഗിയാണെന്ന് അർത്ഥം. പക്ഷ്മാണി ഗരുദ ഇവ ദധതി. പക്ഷ്മം കൺവീലികള്. ഗരുദ ഇവ വലിയ കഴുകന്റെ തൂവൽ എന്ന പോലെ. ഗരുദ ഗരുഡൻ. ഗരുഡന്റെ തൂവലിന്റെ പേരാണ് ഗരുദ. വലിയ കഴുകൻ എന്നും അർത്ഥമുണ്ട്. എന്ന പോലെ
ദധതി ധരിച്ചവയായും പുരാംഭിത്തുഹു ത്രിപുരങ്ങളെ ഭേദിച്ചവൻ നശിപ്പിച്ചവൻ ശിവന്റെ ചിത്തപ്രശമരസ വിദ്രാവണ ഫലേ ചിത്തം മനസ്സിലുള്ള പ്രശമരസം ശാന്തരസത്തെ വിദ്രാവണം ചെയ്യുക നശിപ്പിക്കുക എന്ന ഫലത്തോടു കൂടിയവയായും ആകർണ ആകൃഷ്ടസ്മരശര വിലാസം ചെവി വരെ വലിച്ചു നീട്ടിയ കാമബാണത്തിന്റെ സൗഭാഗ്യത്തെ ചെവി വരെ വലിച്ചു നീട്ടിയ കാമബാണത്തിന്റെ വിലാസം സൗഭാഗ്യം സ്മരശരൻ കാമദേവൻ ആ കാമദേവന്റെ സൗഭാഗ്യത്തെ കലയതി ചെയ്യുന്നു. പർവ്വതരാജനായ ഹിമവാന്റെ വംശത്തിലെ ഉത്തംസ കലികയായ അല്ലയോ ദേവി, ദേവിയെ കൊണ്ടാണ് ആ വംശത്തിന് പേര് വന്നിരിക്കുന്നത്, കീർത്തി കിട്ടിയിരിക്കുന്നത്. നിന്തിരുവടിയുടെ കാതോളം എത്തുന്നവയും തൂവലുകളാണോ എന്ന് സംശയം തോന്നുന്ന പീലികളോട് കൂടിയവയും ത്രിപുരാന്തകനായ ശിവന്റെ ഉള്ളിലുള്ള ശമത്തെ നശിപ്പിക്കുന്നവയുമായ രണ്ട് കണ്ണുകൾ ആകർണാന്തം വലിച്ചു പിടിക്കപ്പെട്ട കാമബാണത്തിന്റെ വിലാസത്തെ ചെയ്യുന്നു. ദേവിയുടെ നയനങ്ങൾ ആ കർണാന്തങ്ങളാണ്, ചെവി വരെ നീണ്ടവയാണ്, കാതോളം നീണ്ടവ. അവയെ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട കാമബാണങ്ങളോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ആ കാമദേവൻ അമ്പ് എയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു പിടിക്കപ്പെട്ടതുപോലെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ കണ്ണുകൾ. ബാണങ്ങളുടെ ഒരറ്റം മൂർച്ചയുള്ളതും മറ്റേ അറ്റം കഴുകത്തൂവലുകൾ പിടിപ്പിച്ചവയുമാണ്. ഒരു ബാണത്തിന്റെ ആ ഒരു ചിത്രം മനസ്സിൽ വേണം. അതിൽ മുനയുള്ള ഭാഗമാണ് നമ്മൾ തൊടുത്തു വിടുന്നത്. പുറകിൽ ഇങ്ങനെ തൂവലുകൾ പിടിപ്പിച്ച പോലെയുള്ള ഒരു ഭാഗം, അതാണ് ഇവിടെ നമ്മൾ വർണ്ണിക്കുന്നത്. ബാണങ്ങളുടെ ഒരറ്റം മൂർച്ചയുള്ളതും മറ്റേ അറ്റം കങ്കത്തൂവലുകൾ, ആ കഴുകത്തൂവലുകൾ, കങ്കത്തൂവൽ എന്നാണ് ഇതിന്റെ പേര്, കങ്കത്തൂവലുകൾ പിടിപ്പിച്ചിട്ടുള്ളതുമാണ്. ഞാണിൽ നിന്ന് വിമുക്തമാക്കുന്ന അമ്പ് ലക്ഷ്യത്തിലേക്ക് പറന്നെത്തുന്നതിന് ഈ തൂവലുകൾ ചിറകെന്ന പോലെ സഹായിക്കും. ആ ഒരു അസ്ത്രം നേരെ മുന്നിൽ, ആ ഷട്ടിൽ കോക്ക് പോലെയാണ്, കൂടുതൽ അതിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു തൂവൽ വേണം. അതുപോലെയാണ് ഈ ബാണങ്ങൾ. ആ തൂവലാണ് ദേവിയുടെ കൺപീലി. ദേവിയുടെ കണ്ണുകളെ കാമബാണങ്ങളോട് താരതമ്യപ്പെടുത്തിയപ്പോൾ അമ്പിന്റെ കടയ്ക്കലുള്ള തൂവലുകളോട് ദേവിയുടെ കൺപീലികളെ സാദൃശ്യപ്പെടുത്തിയിരിക്കും. അസ്ത്രപ്രയോഗത്തിന് ലക്ഷ്യം വേണം. ഇവിടെ ത്രിപുരഭിത്തായ പരമേശ്വരന്റെ മനസ്സിലുള്ള ശമരസത്തെ വിദ്രാവണം ചെയ്യുന്ന ഫലത്തോടു കൂടിയതാണ് ഈ അസ്ത്രങ്ങൾ. പ്രശമരസം എന്ന് പറഞ്ഞതുകൊണ്ട് ലൗകിക വിരക്തിയെ കുറിക്കുന്നു. ശിവന്റെ മനസ്സിലുള്ള വൈരാഗ്യത്തെ ദ്രവിപ്പിക്കുന്നതിന് സമർത്ഥങ്ങളാണ് ഈ ബാണങ്ങൾ. രക്ഷയാഗത്തിൽ സതി ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞ് ശിവൻ സർവസംഘ വിരക്തനായി ഹിമവത് സാനുക്കളിൽ തപസ് ചെയ്തുവെന്ന് പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഹിമവത് പുത്രിയായ പാർവതിയുടെ ദർശനത്തിൽ വിരക്തമായ ശിവന്റെ ഹൃദയം ശൃംഗാരോന്മുഖമായി തീരുന്നു. അതുകൊണ്ട് സ്മരശര വിലാസം എന്ന പ്രയോഗം സാർത്ഥകമായി തീരുന്നു. മറ്റേതെങ്കിലും ഒരു മനുഷ്യന്റെ മനസ്സ് ഇളക്കുന്നത്ര എളുപ്പമല്ല ശിവന്റെ മനസ്സിന് ഇളക്കമുണ്ടാക്കുക എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് പുരങ്ങളെ ഭേദിച്ചവൻ എന്ന വിശേഷണം കൊടുത്തിരിക്കുന്നത്. ത്രിപുര ശബ്ദം കൊണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളെയും ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി ഈ മൂന്ന്, പിന്നെ ത്രിപുരന്മാർ എന്ന രാക്ഷസന്മാരുടെ നഗരങ്ങളെയും കുറിക്കുന്നു. ഇവയിൽ ഏതർത്ഥമെടുത്താലും ശിവൻ ത്രിപുരഭേത്താവാണ്. അങ്ങനെയുള്ള ശിവന്റെ മനസ്സിളകുന്ന കാമബാണമായി ദേവിയുടെ നയനങ്ങൾ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഗോത്രാധരപതി കുലോത്തംസകലികെ എന്ന സംബോധന കൊണ്ട് ഹിമവത് പുത്രിയായ പാർവതി എന്നതിനോടൊപ്പം പ്രപഞ്ച ആധാരത്വവും സൂചിതമാകുന്നു. ഗോത്രശബ്ദത്തിന് ഭൂമി എന്നർത്ഥം. ഗോത്രത്തെ ധരിക്കുന്നത് ഗോത്രധാരം, ഗോത്രാധരം. ഗോത്രാധരങ്ങളുടെ അഥവാ പർവ്വതങ്ങളുടെ വംശത്തിന് ഉത്തംസമായ പൂമൊട്ട് എന്ന് പദത്തിനർത്ഥം. മൊട്ട് വിടർന്ന് പൂവും പിന്നീട് കായും ഉണ്ടാകുന്നു. ആ കായിൽ നിന്നാണ് വംശവർദ്ധനം. ഭൂമി ഉൾപ്പെടെയുള്ള ലോകസമുച്ചയം ഈ കലികയിൽ നിന്നും ഈ പൂമൊട്ടിൽ നിന്നും ഉണ്ടാകുന്നുവെന്ന് വ്യംഗ്യമായി കവി സൂചിപ്പിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി കർണരോഗങ്ങളും നേത്രരോഗങ്ങളുമാണ്. ഈ ശ്ലോകം ചൊല്ലുന്നവർക്ക് ചെവിയുമായി ബന്ധപ്പെട്ടതും കണ്ണുകളായി ബന്ധപ്പെട്ടതുമായ രോഗങ്ങൾ ഉണ്ടാവുകയില്ല. രോഗികൾ ഇത് ജപിച്ചു കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നു. 53-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തിൽ ദേവിയുടെ കണ്ണുകൾക്ക് 3 നിറങ്ങളുള്ളതായി. കണ്ണുകളുടെ വർണ്ണന ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിഭക്ത ത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ
വിഭാതി ത്വന്നേത്രത്രതയമിദം ഈശാനദയിതേ പുനഃസ്രഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭക്തമ ഇതി ഗുണാനാം ത്രയമിവ. വിഭക്തത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വന്നേത്രത്രതയമിദം ഈശാനദയിതേ പുനഃസ്രഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാനുപരതാൻ രജസത്വം വിഭക്തമ ഇതി ഗുണാനാം ത്രയമിവ. വിഭക്തത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ ഒരു പദം. വിഭാതി ത്വന്നേത്രത്രതയം, ത്വത് നേത്രം ത്വന്നേത്രം, ത്വന്നേത്രത്രതയം ഇദം ഈശാനദയിതേ പുനഃ സ്രഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാൻ ഉപരതാൻ രജഃ സത്വം ബിഭ്രത് തമ ഇതി ഗുണാനാം ത്രയമിവ. ത്രയം പ്ലസ് ഇവ ത്രയം. വിഭക്തത്രൈവർണ്യം വ്യതികരിത ലീലാഞ്ജനതയാ വിഭാതി ത്വത് നേത്രത്രതയം ഇദം ഈശാനദയിതേ പുനഃ സ്രഷ്ടും ദേവാൻ ദ്രുഹിണഹരിരുദ്രാൻ ഉപരതാൻ രജഃ സത്വം ബിഭ്രത് തമ ഇതി ഗുണാനാം ത്രയം ഇവ. ത്വത് നേത്രത്രതയം ഇദം ഈശാനദയിതേ, നേത്രത്രയമിദം ഈശാനദയിതേ ദ്രുഹിണഹരിരുദ്രാൻ ഉപരതാൻ, ദ്രുഹിണഹരിരുദ്രാനുപരതാൻ ത്രയം ഇവ ത്രയമിവ. ബിഭ്രത് തമ, ബിഭ്രത്ത് പ്ലസ് തമ ബിഭ്രത്തമ. അവിടെ ഒരു തകാരവും മുമ്പിലും പുറകിലുമുള്ള രണ്ട് തകാരങ്ങൾ കൂടി ചേർന്ന് തകാരം ഇരട്ടിക്കുന്നു, രണ്ട് തകാരമായി. ഹേ ഈശാനദയിതേ, അല്ലയോ ശിവന്റെ ഭാര്യയായ ദേവി അമ്മയെ. അന്വേഷിച്ചോളൂ. ഹേ ഈശാനദയിതേ ഇദം ത്വത് നേത്രത്രതയം. അദ്ദേഹം അന്യൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇദം ത്വം നേത്രത്രതയം വ്യതികരിത ലീലാഞ്ജനതയാ വിഭക്തത്രൈവർണ്യം ഉപരതാൻ ദ്രുഹിണഹരിരുദ്രാൻ ദേവാൻ പുനഃ സ്രഷ്ടും രജഃ സത്വം തമഃ ഇതി ഗുണാനാം ത്രയം ഇവ ബിഭ്രത്. എഴുതിക്കോളൂ. ഹേ ഈശാനദയിതേ ഇദം ത്വന്നേത്രത്രതയം, ഇദം ത്വന്നേത്രത്രതയം വ്യതികരിത ലീലാഞ്ജനതയാ, വ്യതികരിത ലീലാഞ്ജനതയാ, വ്യതികരിത ലീലാഞ്ജനതയാ വിഭക്തത്രൈവർണ്യം, വിഭക്തത്രൈവർണ്യം ഉപരതാൻ, വിഭക്തത്രൈവർണ്യം ഉപരതാൻ ദ്രുഹിണഹരിരുദ്രാൻ, ദ്രുഹിണഹരിരുദ്രാൻ ദേവാൻ പുനഃ സ്രഷ്ടും, പുനഃ സ്രഷ്ടും രജഃ സത്വം തമഃ, പുനഃ സ്രഷ്ടും രജഃ സത്വം തമഃ ഇതി ഗുണാനാം ത്രയം, ഇതി ഗുണാനാം ത്രയം ഇവ ബിഭ്രത്, ഇവ ബിഭ്രത്. ഹേ ഈശാനദയിതേ ഇദം ത്വം നേത്രത്രതയം വ്യതികരിത ലീലാഞ്ജനതയാ വിഭക്തത്രൈവർണ്യം ഉപരതാൻ ദ്രുഹിണഹരിരുദ്രാൻ ദേവാൻ പുനഃ സ്രഷ്ടും രജഃ സത്വം തമഃ ഇതി ഗുണാനാം ത്രയം ഇവ ബിഭ്രത്. ഹേ ഈശാനദയിതേ, ശിവന്റെ ദയിതേ അല്ലയോ ഭാര്യയായ ദേവി, ഇദം ത്വം നേത്രത്രതയം നിന്തിരുവടിയുടെ ഈ മൂന്ന് കണ്ണുകൾ വ്യതികരിത ലീലാഞ്ജനതയാ ചുറ്റും തേക്കപ്പെട്ട ലീലാഞ്ജനത്തോടു കൂടിയതും കൺമഷിയോട് കൂടിയതും ഭംഗിക്ക് വേണ്ടി അണിഞ്ഞ മഷി, ആ മഷിയോട് കൂടിയതും വിഭക്തത്രൈവർണ്യം വേർതിരിക്കപ്പെട്ട, നമ്മൾ അന്യോന്യം കൂടിക്കലരാത്ത ത്രൈവർണ്യം മൂന്ന് വർണ്ണങ്ങളോട് കൂടിയതായിട്ട്, വെളുപ്പ് ചുമപ്പ് കറുപ്പ്. ഉപരതാൻ ദ്രുഹിണഹരിരുദ്രാൻ തന്നിൽ ലയിച്ചു ചേർന്നവരായ
ദ്രുഹിണ ബ്രഹ്മാവ്, ഹരി വിഷ്ണു, രുദ്രൻ ശിവൻ. ഈ മൂന്ന് ദേവതമാരെ ദേവന്മാരെ വീണ്ടും പുനഃ സൃഷ്ടു വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടി രജഹ സത്വം തമഹ ഇതി ഗുണാനാം ത്രയം ഇവ വിപ്രത. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം എന്നിപ്രകാരം ഗുണങ്ങളുടെ ത്രയം, മൂന്ന് ഗുണങ്ങൾ എന്ന പോലെ ശോഭിക്കും. പരമശിവന്റെ ഭാര്യയായ അല്ലയോ ദേവി, നിൻ തിരുവടിയുടെ മൂന്ന് കണ്ണുകൾ ഭംഗിക്ക് വേണ്ടി ചാർത്തപ്പെട്ട അഞ്ജനത്തോടു കൂടിയതായി, കൺമഷിയോട് കൂടിയതായി ശോഭിക്കുന്നു. വേർതിരിക്കപ്പെട്ട മൂന്ന് വർണ്ണങ്ങളോട് കൂടിയ ഈ നയനങ്ങൾ ഉപരതന്മാരായ ദ്രുഹിണ ഹരിരുദ്രന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിന് ഗുണത്രയങ്ങളെ ധരിക്കുന്നുവോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്നു. ദേവിയുടെ നയനങ്ങൾ വിഭക്ത ത്രൈവർണ്യത്തോടു കൂടിയവയാണ്. മൂന്ന് വേർതിരിക്കപ്പെട്ടവയാണ്. വേർതിരിച്ചറിയാവുന്ന മൂന്ന് വർണ്ണങ്ങൾ അവയ്ക്കുണ്ട്. സ്വാഭാവികമായി ആ കണ്ണുകളുടെ കൃഷ്ണമണി ഒഴിച്ചുള്ള ഭാഗം വെളുപ്പ് നിറമാണ്. സ്വാഭാവികമായി കണ്ണുകളിൽ അല്പം ചുവപ്പ് കലർന്ന രേഖകളുള്ളത് മഹത്വത്തെയും ലോകാധിപത്യത്തെയും കുറിക്കുന്നു. മൂന്ന് രേഖകൾ ദേവിയുടെ കണ്ണിനുണ്ട് എന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. വിലാസത്തിനായി കണ്ണുകളിൽ അഞ്ജനമണിഞ്ഞിരിക്കുന്നു. ഭംഗിക്ക് വേണ്ടി കൺമഷി എഴുതിയിരിക്കുന്നു. സത്വഗുണം വെളുപ്പ് നിറവും, രജോ ഗുണം ചുമപ്പ് നിറവും, തമോ ഗുണം കറുപ്പ് നിറവും എന്ന് പ്രസിദ്ധമാണ്. കാലഗതിയിൽ ദേവിയിൽ ലയിച്ചു ചേർന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നതിനായി ഈ നിറങ്ങളെ ദേവി നയനങ്ങളിൽ ധരിക്കുന്നുവെന്ന് ഉത്പ്രേക്ഷിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത്. 24-ാമത്തെ ശ്ലോകത്തിൽ ധാതാവ് ജഗത്തിനെ സൃഷ്ടിക്കുന്നു, ഹരി രക്ഷിക്കുന്നു, രുദ്രൻ നശിപ്പിക്കുന്നു. അവരെ മൂന്ന് പേരെയും തമ്മിൽ ലയിപ്പിച്ചിട്ട് ഈശ്വരൻ തന്റെ ശരീരത്തെയും മറയ്ക്കുന്നുവെന്ന് വിവരിച്ചു. അങ്ങനെ ഈശ്വരനിൽ ലയിച്ച ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ദേവിയുടെ നയനങ്ങളിൽ സത്വരജസ്തമോമൂർത്തികളായി മൂന്ന് നിറങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും ദേവി അവരെ പുനഃസൃഷ്ടിക്കുന്നുവെന്നും വീണ്ടും ലയിച്ചു ചേർന്ന അവരെ വീണ്ടും ജനിപ്പിക്കുന്നുവെന്നും ആലങ്കാരികമായി സമർത്ഥിക്കുന്നു. സൃഷ്ടിസ്ഥിതി ലയരൂപമായ പ്രപഞ്ച പ്രവർത്തനം ദേവിയുടെ ക്ഷണചലിതമായ ഭ്രൂലതികയുടെ നിർദ്ദേശാനുസരണം സദാശിവൻ നടത്തുന്നുവെന്നും ആ ശ്ലോകത്തിൽ പറഞ്ഞു. പ്രപഞ്ച നിയാമകനായ പരമചൈതന്യമാണ് പരമശിവ പത്നി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതെന്ന് ഈ അലങ്കാര പ്രയോഗവും ഈശാനദൈതേ എന്ന സംബോധനയും സൂചിപ്പിക്കുന്നു. വേർതിരിച്ചറിയാവുന്ന മൂന്ന് വർണ്ണങ്ങൾ എന്നെടുത്തു പറഞ്ഞത് സത്വരജസ്തമോ ഗുണങ്ങളുടെ പരസ്പര ബന്ധത്തെ കുറിക്കാനും അതിനുവേണ്ടിയാണ്. ശുദ്ധ സത്വ സ്വരൂപമായും ശുദ്ധ രജസ്വ സ്വരൂപമായും ശുദ്ധ തമോമയമായും ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. വെളുത്ത നിറമുള്ള കണ്ണ്, ആ കണ്ണിൽ ഈഷത് രക്തവർണമായ ഞരമ്പുകൾ, വിലാസാർത്ഥം അണിഞ്ഞിട്ടുള്ള അഞ്ജനം, ഇവ മൂന്നിനും ആധാരം നയനമാണ്. എങ്കിലും വേർതിരിച്ചറിയാവുന്ന വ്യത്യസ്ത ഭാവം അവയ്ക്കുണ്ട്. ലീലാഞ്ജനതയാ എന്ന പ്രയോഗത്തിലെ ലീല എന്ന പദം ദേവിയുടെ കണ്ണുകൾക്ക് ഭംഗി കൂട്ടാൻ എഴുതിയ അഞ്ജനത്തെ വിശേഷിപ്പിക്കുന്നതിലുപരി സ്ഥിതി ലയങ്ങൾ ദേവിയുടെ ലീലാവ്യാപാരങ്ങളാണെന്നും സൂചിപ്പിക്കുന്നു. നേത്രത്രയത്തിന്റെ സ്വഭാവം കുറിക്കാൻ വിഭാതി എന്ന പദമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ശോഭിക്കുന്നു എന്ന അർത്ഥത്തോടൊപ്പം ഉള്ളതായി തോന്നുന്നു എന്ന ആശയവും ആ പദം കുറിക്കുന്നു. അപ്പോൾ ത്രിഗുണാത്മകയായ ഈ ലോകം ഉണ്ടെന്ന തോന്നലാണ്, മിഥ്യയാണ് എന്ന് ആചാര്യസ്വാമികളുടെ പ്രിയപ്പെട്ട ദർശനവും ആ പദം ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഒരു മിഥ്യയാണെന്നുള്ള ശങ്കരാചാര്യ കൃതികളിൽ വേറെ പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ മൂന്ന് ഗുണങ്ങൾ ദേവിയുടെ കണ്ണുകൾക്കുണ്ടെന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കിയാൽ മതി. ഈ മൂന്ന് കണ്ണുകൾ സത്വം, രജസ്, തമസാണ്. മൂന്ന് ദേവതമാരും മരിച്ചു പോകുന്നു അല്ലെങ്കിൽ നശിച്ചു പോകുന്നു. പ്രളയ സമയത്ത് വീണ്ടും ജനിപ്പിക്കുവാൻ വേണ്ടി ഈ മൂന്ന് നിറങ്ങൾ ദേവി ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ അർത്ഥമുള്ളൂ. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് ദേവിയുടെ സ്ഥൂലരൂപ ദർശനം ലഭിക്കുന്നു, ഭാവി അറിയുവാനുള്ള കഴിവ് ലഭിക്കും. ദേവിയുടെ സ്ഥൂലരൂപം എങ്ങനെയാണെന്ന് ഭക്തന് ദേവി കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. 54 മുൻ ശ്ലോകത്തിൽ വർണ്ണിച്ച നേത്രങ്ങളെ മറ്റൊരു വിധത്തിൽ ഇവിടെ വർണ്ണിക്കുക. ലോകത്തിന്റെ നേർക്കുള്ള ദേവിയുടെ കണ്ണുകൾ കരുണ കൊണ്ട് ആർദ്രങ്ങളാണ്, നനഞ്ഞിരിക്കുന്നു എന്നാണ് സ്ഥാപിക്കുന്നത്. പവിത്രീകർത്തും ന പശുപതി പരാധീന ഹൃദയെ ദയാമിത്രൈർ നേത്രൈ അരുണ ധവള ശ്യാമരുചിഭി
നത ശോണാഗംഗ തപനതനയേതി ധ്രുവമമും ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഃ പവിത്രീകർത്തും ന പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈർനേത്രൈരരുണധവളശ്യാമരുചിഭിः നത ശോണാഗംഗാ തപനതനയേതി ധ്രുവമമും ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഃം പവിത്രീകർത്തും നഃ പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈഃ നേത്രൈഃ അരുണധവളശ്യാമരുചിഭിः നദഃ ശോണാ ഗംഗാ തപനതനയാ ഇതി ധ്രുവം അമും ത്രയാണാം തീർത്ഥാനാം ഉപനയസി സംഭേദമനഃം ദയാമിത്രൈഃ നേത്രൈഃ ദയാമിത്രൈർനേത്രൈഃ നേത്രൈഃ അരുണധവളശ്യാമരുചിഭിः നേത്രൈഃ അരുണധവള നേത്രൈരരുണ വിസർഗം രേഖമാവും ശോണഃ ഗംഗ ശോണോ ഗംഗ തപനതനയാ ഇതി തപനതനയേതി ധ്രുവം അമും ധ്രുവമമും തീർത്ഥാനാം ഉപനയസി തീർത്ഥാനാമുപനയസി സംഭേദം അനഘം സംഭേദമനഘം. അനിയോ നോക്കൂ. ഹേ പശുപതിപരാധീന ഹൃദയേ ദയാമിത്രൈഃ അരുണധവള ശ്യാമരുചിഭിः നേത്രൈഃ ശോണോ നദോ ഗംഗാ തപനതനയാ ഇതി ത്രയാണാം തീർത്ഥാനാം അമും അനഘം സംഭേദം നഃ പവിത്രീകർത്തും ഉപനയസി ധ്രുവം. എഴുതിക്കോളൂ. ഹേ പശുപതി പരാധീന ഹൃദയേ ഹേ പശുപതി പരാധീന ഹൃദയേ ദയാമിത്രൈഃ അരുണധവള ശ്യാമരുചിഭിः അരുണധവള ശ്യാമരുചിഭിः നേത്രൈഃ ശോണോ നദോ ഗംഗാ തപനതനയാ ഇതി ത്രയാണാം തീർത്ഥാനാം ശോണോ നദോ ഗംഗാ തപനതനയാ ഇതി ത്രയാണാം തീർത്ഥാനാം അമും അനഘം സംഭേദം ത്രയാണാം തീർത്ഥാനാം അമും അനഘം സംഭേദം നഃ പവിത്രീകർത്തും അനഘം സംഭേദം നഃ പവിത്രീകർത്തും ഉപനയസി ധ്രുവം ഉപനയസി പുൽസ്റ്റോപ്പ് ധ്രുവം. ഹേ പശുപതി പരാധീന ഹൃദയേ അല്ലയോ പരമശിവന് മാത്രം അധീനമായ ഹൃദയത്തോടു കൂടിയവളെ ദയാമിത്രൈഃ ദയക്ക് മിത്രങ്ങളായ കരുണാർദ്രങ്ങളായ അരുണധവള ശ്യാമരുചിഭിः ചുമപ്പ് വെളുപ്പ് കറുപ്പ് എന്നീ കാന്തികളോട് കൂടിയ നേത്രൈഃ കണ്ണുകളാൽ ശോണോ നദോ ശോണനദം എന്ന പുഴ ചുവന്ന നിറത്തോടു കൂടിയ ഒരു പുഴയാണ് ശോണനദം. ഗംഗാനദി അത് വെളുത്ത നിറത്തോടു കൂടിയത്. തപനതനയാ തപന സൂര്യപുത്രിയായ യമുന എന്നർത്ഥം. നദി കറുത്ത നിറത്തോടു കൂടിയാണ്. 3 നിറത്തോടു കൂടിയ നദികളെയാണ് ഇവിടെ പറയുന്നത്. എന്നിപ്രകാരം ത്രയാണാം തീർത്ഥാനാം 3 തീർത്ഥങ്ങളുടെ അമും അനഘം സംഭേദം ഇപ്രകാരമുള്ള അനഘം പാപങ്ങളെ ഇല്ലാതാക്കുന്ന അഘം പാപം അനഘം പാപങ്ങളെ ഇല്ലാതാക്കുന്ന സംഭേദം എന്ന് പറഞ്ഞാൽ സംഗമസ്ഥാനം 3 നദികൾ കൂടി ചേരുന്നു. ത്രിവേണി സംഗമം. നഹ പവിത്രീകർത്തും ഞങ്ങളെ പവിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപനയസി സംഭവിക്കുന്നുവല്ലോ. ഇതി ധ്രുവം ഇത് നിശ്ചയമായി തീർച്ചയായും ഇത് തന്നെ അതാണ് പറയുന്നത്. പശുപതിക്ക് മാത്രം അധീനമായ ഹൃദയത്തോടുകൂടിയ അല്ലയോ ജനനി, ഞങ്ങളെ പരിശുദ്ധരാക്കാൻ വേണ്ടി കരുണാർദ്രങ്ങളായി അരുണധവള ശ്യാമരുചികളായി ശോഭിക്കുന്ന ദേവിയുടെ നേത്രങ്ങൾ ശോണ, ഭാഗീരഥി, യമുന എന്ന 3 പുണ്യനദികളുടെ പാപാവഹമായ സംഗമമായി ഭവിക്കുന്നുവെന്നത്
നിശ്ചയമാണ്, തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഈ ശ്ലോകം ദേവിയുടെ നയനങ്ങളെ തന്നെ പറയുന്നു. ദേവിയുടെ നയനങ്ങളെ ദയാമിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ലോകത്തിന്റെ നേർക്കുള്ള കരുണ കൊണ്ട് എപ്പോഴും ആർദ്രങ്ങളാണ് ദേവിയുടെ കണ്ണുകളെന്ന് സ്ഥാപിക്കുന്നതിനാണ് ദയാമിത്രൈഹി എന്ന പ്രയോഗം. ഒരിക്കലും കൂട്ടുപിരിയാത്ത മിത്രത്തെ പോലെ ജഗത്തിന്റെ നേർക്കുള്ള കാരുണ്യം ദേവിയുടെ കണ്ണുകളിൽ പിരിയാതെ വസിക്കുന്നു. ആ കണ്ണുകളാകട്ടെ അരുണ ധവള ശ്യാമരുചികളാണ്. രുചി എന്ന് പറഞ്ഞാൽ ശോഭ, ഭംഗി. അരുണ ധവള ശ്യാമരുചി. അരുണം ചുവന്നത്, ധവളം വെളുത്തത്, ശ്യാമം കറുത്തത്, അങ്ങനെയുള്ള നിറങ്ങളോട് കൂടിയതാണ്. രുചി എന്ന് പറഞ്ഞാൽ നിറമെന്നും ഭംഗി, രണ്ടർത്ഥവും. കണ്ണുകളുടെ ഈ വർണ്ണഭേദം മുൻ ശ്ലോകത്തിൽ വിവരിച്ചതാണ്. ചുവപ്പും വെളുപ്പും കറുപ്പും ഒത്തുചേരുന്ന ദേവിയുടെ നയനങ്ങളെ ശോണ, ഗംഗ, തപനതനയ എന്നീ നദികളുടെ അനഘമായ സംഭേദമായി ശ്ലോകത്തിൽ വിവരിക്കുന്നു. പാപാവഹങ്ങളായ 3 തീർത്ഥങ്ങളാണ് ശോണയും ഗംഗയും യമുനയും. യമുന സൂര്യപുത്രിയായതുകൊണ്ട് തപനതനയ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. ഇവയിൽ ഗംഗ യമുന സംഗമം കൊണ്ട് പ്രയാഗ സർവപാപാവഹമെന്ന് പ്രസിദ്ധമാണ്. പ്രയാഗത്തെ കുറെ കൂടി താഴെ വെച്ച് ശോണയും ഗംഗയിൽ ചേരുന്നു. മുങ്ങുന്നവരുടെ പാപങ്ങളെ നശിപ്പിക്കാൻ ശക്തിയുള്ളവയാണ് ഈ നദികൾ ഓരോന്നും. 3 ചേർന്നാലുള്ള കഥ പറയാനില്ല. അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. പാപഫലമായ ദുരിതം സ്വാഭാവികമായി ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഇത് കഴിഞ്ഞ ജന്മത്തിന്റെ കർമ്മഫലമായിട്ടും ഈ ജന്മത്തിൽ ചെയ്തു വച്ചിരിക്കുന്നതായിരിക്കുന്ന പാപങ്ങളുടെ ഫലം അനുഭവിച്ചേ പറ്റൂ. ഇതൊരു നിയമമാണ്. ഇത് മാറ്റാൻ ആർക്കും സാധ്യമല്ല. ശോണയും ഗംഗയും യമുനയും ചേർന്ന സർവപാപഹരമായ പുണ്യതീർത്ഥത്തിൽ ആമജ്ജനം ചെയ്താൽ എല്ലാ പാപങ്ങളും നീങ്ങി ഞങ്ങൾ പരിശുദ്ധരായി തീരും. പാപങ്ങൾ ഒഴിഞ്ഞ് നിർമ്മലമായി വിളങ്ങുന്ന മനസ്സിൽ ജ്ഞാനോദയം ഉണ്ടാകും. പാപികളായ ഞങ്ങളെ പരിശുദ്ധരാക്കി തീർക്കാൻ വേണ്ടി ഭക്തവത്സലയായ ദേവി തൻ്റെ നേത്രങ്ങളിൽ ഈ 3 പുണ്യനദികളുടെയും അനഘമായ സംഗമത്തെ ഉപനയനം ചെയ്തിരിക്കുന്നു. ദേവിയുടെ കരുണാകടാക്ഷമേൽക്കാൻ ഭാഗ്യമുണ്ടാകുന്ന ഉപാസകൻ സർവപാപങ്ങളും നശിച്ച് പാപജന്യമായ ദുരിതങ്ങളിൽ നിന്നും അജ്ഞാനജന്യമായ മോഹത്തിൽ നിന്നും മുക്തനായി മോചിതനായി തീരുന്നു എന്ന് വ്യംഗ്യമായി സൂചിപ്പിച്ചിരിക്കുന്നു. ദേവി സർവ തന്ത്ര സ്വതന്ത്രയാണെങ്കിലും ദേവിയുടെ ഹൃദയം പശുപതിക്ക് പരാധീനപ്പെട്ടതാണ്. പശുപതി പരാധീന ഹൃദയ എന്ന സംബോധനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ജീവികളുടെയും പതിയാകയാൽ ശിവന് പശുപതി എന്ന് പേര്. ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെ, പിപീലികാന്തം, എല്ലാ ജീവജാലങ്ങളുടെയും പതിയാണ് പശുപതി. പശു എന്ന പദത്തിന് നമ്മൾ ആ പാല് തരുന്ന പശു എന്ന അർത്ഥമല്ല, ജീവികൾ എന്ന അർത്ഥത്തിലാണ് പശു ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളുടെയും, പക്ഷി മൃഗാദികളുടെയും മനുഷ്യരുടെയും ദേവന്മാരുടെയും അസുരന്മാരുടെയും പതിയാണ് പശുപതി. അതാണ് പശുപതി സങ്കല്പം. നേപ്പാളിലാണ് പശുപതി സങ്കല്പത്തിലുള്ള പ്രധാന ക്ഷേത്രങ്ങൾ. പശുപതിയുടെ സംരക്ഷണയിലുള്ള നമുക്കുണ്ടാകുന്ന ഏത് വിപത്തും ദേവിയെ ദുഃഖിപ്പിക്കും എന്നതുകൊണ്ട് ദേവിയുടെ നയനങ്ങൾ നമ്മുടെ നേർക്കുള്ള കാരുണ്യം കൊണ്ട് എല്ലായ്പ്പോഴും നനഞ്ഞിരിക്കുന്നു, ആർദ്രങ്ങളാണ്. ശോണ, ഗംഗ, യമുന സംഗമം തേടി പോകേണ്ട ആവശ്യം നമ്മൾക്കില്ല. നിങ്ങൾ കാശി വരെ പോയി അതിൽ മുങ്ങാൻ പോകേണ്ട കാര്യമില്ല. ആ സംഗമം ദേവിയുടെ കണ്ണുകളിൽ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആവശ്യം ഒരു ദേവി ഭക്തന് സംഭവിക്കുന്നില്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ തന്നെ ദേവി സംഗമം ദേവിയുടെ കണ്ണുകളിലുണ്ട്. ദേവിയുടെ കണ്ണുകൾ ആ പുണ്യതീർത്ഥങ്ങളുടെ സംഗമം പോലെ നമ്മെ സദാ അനുഗ്രഹിക്കുന്നുവെന്ന് തീർച്ചയാണ്. ഇത് അടിവരയിട്ട് പറയുകയാണ്. ധ്രുവം എന്ന പദം അവിടെ പ്രയോഗിച്ചിരിക്കുന്നു. ഇത് ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്. അത് ആചാര്യസ്വാമികളുടെ അനുഭവം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ധനവും സമയവും ചെലവാക്കി ആരും തീർത്ഥാടനത്തിന് പോകേണ്ട ആവശ്യമില്ല. ഗംഗയിൽ പോകണ്ട, രാമേശ്വരത്ത് പോയി അവിടെ ആ പുഴയിൽ മുങ്ങേണ്ട കാര്യമില്ല. ഗംഗയിൽ പോകണ്ട, കുംഭകോണത്ത് പോകേണ്ട കാര്യമില്ല, ഒരു സ്ഥലത്തും പോകേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ 3 സംഗമസ്ഥാനമായിട്ട് 3 നദികളുടെ സംഗമസ്ഥാനം എൻ്റെ കണ്ണുകളിൽ
ഞാൻ വഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എന്നെ ഉപാസിച്ചു കഴിഞ്ഞാൽ കാശിക്ക് പോകുന്ന ഫലം കിട്ടുന്നതായിരിക്കും. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് ലൈംഗിക രോഗങ്ങൾ, പ്രധാനമായും വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളുമാണ്. കിഡ്നി കംപ്ലൈന്റ് ഉള്ളവര് ഇത് ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. ശാസ്ത്രജ്ഞാനം സ്വാഭാവികമായിട്ട് വന്നു ചേരും. ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ രഹസ്യം എന്താണ് എന്ന് ഇങ്ങനെ ബോധത്തോടുകൂടി ആ ബോധം ഉണ്ടാക്കി തരുന്നു. അതിന് പറ്റിയ ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങളെല്ലാം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും. നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരും. ഒരു ബുക്ക് സ്റ്റോളിൽ പോയി കഴിഞ്ഞാൽ ആ പുസ്തകത്തെ നോക്കാൻ നമുക്ക് തോന്നും, ആ പുസ്തകം വായിക്കുവാൻ തോന്നും. ആ ശാസ്ത്രജ്ഞാനം എങ്ങനെയെങ്കിലും കൈവരിക തന്നെ ചെയ്യും. ഈ രോഗങ്ങൾക്ക് വലിയ ഒരു ശമനമാണ് ഈ ശ്ലോകം കൊണ്ട് കിട്ടുന്നത്. കിഡ്നി വളരെ രോഗികൾ എപ്പോഴും ഇത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ വ്യത്യാസം അവർക്ക് അനുഭവിക്കാൻ. അപ്പൊ ഇന്ന് നമ്മളിപ്പോൾ ഇത്രയും ശ്ലോകമാണ് കഴിഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി ഈ ക്ലാസ് കൂടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ സഹസ്രാരകമലേ സതതം വിഹരരഹസി ധന്യേ ശിവാകാര നിജമഞ്ച വിലസിതേ ചിദാനന്ദമുദിതേ ശരണ്യേ ചിദാനന്ദമുദിതേ ഭവാനി മയി ദാസേ ദൃഷ്ടിം വിതരത്തെ സകരുണാം നിജസായുജ്യപദൈകവിതരണാം നിഖിലദുഃഖതരണാം ഐഹിക നിഖിലദുഃഖതരണാം ഭവതു മേ വിലസിതം സപര്യാവിരചനം തവ ശിവേ സമകര നിപാത ഹിമകര സമാനദൃശാ സ്നപയ കൃപയാ മാമപി ദൃശാ സ്നപയ കൃപയാ അനേന ധന്യമിമം മന്യേ ധരണിധര സുകന്യേ തവ സ്തന്യമധുരാസ്വാദനസുഖ നിരസ്താന്യവിഷയം കുരു മാം നിരസ്താന്യവിഷയം ത്വദീയമപി വചനം ഗദതോ മദീയമിവ വചനം സ്വകീയസലിലൈഃ സാഗരതർപ്പണസമം ജനനി വിദിതം സകലം സമം ജനനി വിദിതം ജയ ജയ ശിവദയിതേ ഹരിഹര വിരിഞ്ചനുത ചരിതേ കാരയ മാം കൃതപുണ്യം തവ ഗുണഗാനരതം മഹിതേ തവ ഗുണഗാനരതം മഹിതേ.